എവ്രി വൺ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 5 മിസ്റ്റേക്കുകളെ കുറിച്ചാണ്. അതായത് ഒരു റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ, റെസ്പെക്റ്റ് ഒക്കെ പോവാൻ കാരണമാകുന്ന ഒരു 5 കാര്യങ്ങളാണ് പറയുന്നത്. മാത്രമല്ല, ഈ 5 കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരുപാട് നാൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടായിരിക്കും. സോ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്, നിങ്ങൾ എപ്പോഴും ഒരു മിക്സഡ് സിഗ്നലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾ മാരീഡ് അല്ല, ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റഡ് ആകണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഡേറ്റിംഗ് പീരീഡിലൊക്കെയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു മിക്സഡ് സിഗ്നലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇഷ്ടമാണോ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ ആക്ഷൻസും അല്ലെങ്കിൽ വാക്കുകൾ പിറ്റേ ദിവസം ഇന്ന് എങ്ങനെ പറയുന്നു, നാളെ മറ്റൊരു രീതിയിൽ പറയുന്നു, ഇന്ന് വളരെയധികം കെയർ കാണിക്കുന്നു, വളരെയധികം കൺസേൺഡ് ആയിട്ട് പെരുമാറുന്നു, നാളെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ആറ്റിറ്റ്യൂഡിലാണ്, അല്ലെങ്കിൽ ഒരു തണുപ്പമാട്ടിലാണ്, അല്ലെങ്കിൽ ഇന്നലെ കണ്ട ഒരു വ്യക്തിയെ ആയിരിക്കില്ല നാളെ കാണുന്നത്. സോ ഇത്തരത്തിലൊരു സ്ഥിരതയില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ആ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിൽ ഒരു സേഫ്റ്റി ആയിരിക്കില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്യുക. പകരം ഒരുപാട് കൺഫ്യൂഷൻസ് അവിടെ അറൈസ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ റിലേഷൻഷിപ്പിനെ മോശമായി ബാധിക്കുന്നത്. 2, ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. ഡിസ്റെസ്പെക്ട് എന്ന് പറയുന്നത് ആരും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് കളിയാക്കുന്നുണ്ട്, ടീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സംസാരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അവരൊന്നും അത്ര വലിയ സംഭവമല്ല. ഇത്തരത്തിൽ മറ്റുള്ള ആളുകളെ കാണുന്ന സമയത്ത്, ഒരു 4 ആളെ കാണുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ഇവരെ കുറിച്ച് മോശമായിട്ട് പറയുക, അല്ലെങ്കിൽ ടീസ് ചെയ്യുക, അവരെ കുറച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിസ്റെസ്പെക്റ്റ് ആണ്. ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റ് അവരൊരിക്കലും മറക്കില്ല. സോ ഇത്തരത്തിൽ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള എല്ലാ ഇൻട്രസ്റ്റും എല്ലാ റെസ്പെക്റ്റും പോവാൻ കാരണമാവും. ഇനി 3ാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം. ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടിന് വേണ്ടി ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. 3, ഒരു കാര്യവും കൃത്യമായി ക്ലിയറായി സംസാരിക്കാത്തൊരു രീതി. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കൃത്യമായി സംസാരിക്കാതെ, അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ളത് ഓപ്പണായി സംസാരിക്കാതെ സൈലന്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. നീ ഗസ് ചെയ്യേ, അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി എടുക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും കൃത്യമായി സംസാരിക്കാതെ സൈലന്റ് ട്രീറ്റ്മെന്റ്, ഒന്നും സംസാരിക്കാതെ പോകുന്ന രീതി. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് റീസൺ ഒന്നും പറയില്ല, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഒന്നും പറയില്ല, അവർക്ക് എന്താണ് ഫീൽ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ വെറുതെ അങ്ങ് ദേഷ്യപ്പെടുക. സോ ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാ കാര്യത്തിനും റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള എല്ലാ ഇൻട്രസ്റ്റും റെസ്പെക്റ്റും പോവാൻ കാരണമാകും. 4, ഒരു കാര്യത്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സ്വഭാവം, അങ്ങനെയുള്ള സംസാരമാണ് കൂടുതലായിട്ടും നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളോടുള്ള എല്ലാ ഇൻട്രസ്റ്റും പോവാൻ കാരണമാകുന്നത്. ഒരു പക്ഷെ നിങ്ങളുടെ ഭാഗത്തായിരിക്കും മിസ്റ്റേക്ക്, പക്ഷേ നിങ്ങൾ ആ മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്യാതെ, ഒരു സോറി പോലും പറയാതെ, എല്ലാ കാര്യങ്ങളും മറ്റുള്ള ആളുകളുടെ കാരണമാണ്, അല്ലെങ്കിൽ നീ കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ നീ കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ഇത്തരത്തിൽ എല്ലാ കാര്യത്തിലും സ്വയം ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല, മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എസ്കേപ്പ് ആവുന്ന ഒരു രീതിയുണ്ട്. സോ അങ്ങനെയാണ് കൂടുതലായും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഓരോ കാര്യത്തിനെയും നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള ഇൻട്രസ്റ്റും റെസ്പെക്റ്റും പോവാൻ കാരണമാകും. ആൻഡ് ഫൈനൽ 1, കൺട്രോൾ ഇൻ ദ നെയിം ഓഫ് ലവ്. എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തി. അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യവും അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ അവരെ അനുവദിക്കില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ലവ് എന്നുള്ളൊരു കാര്യത്തിന്റെ പേരിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സ്ഥിരമായി നിങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് അധിക നാള് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. സോ ഇത്രയും മിസ്റ്റേക്കുകൾ, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ തുടർച്ചയായി നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് നാൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഹെൽത്തി വേയിൽ കൊണ്ടുപോകാനും സാധിക്കില്ല. മാത്രമല്ല, ഈ ഒരു 5 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആർക്കും ഇഷ്ടമല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ തികച്ചും റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കുന്ന
കാര്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്